ഈ വീടിന് മുന്നിലൂടെ കടന്നു പോകുന്നവർ ഒരു നിമിഷമെങ്കിലും ഈ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുമെന്നതിൽ തർക്കമില്ല. കൃഷി ഏറെ ഇഷ്ടപ്പെടുന്ന സബീന 2 വർഷം മുമ്പാണ് ബോഗൻവില്ലകൾ വളർത്താൻ തുടങ്ങിയത്. സമീപ ജില്ലകളിൽ നിന്നും മറ്റുമായി ശേഖരിച്ച തൈകൾ ഒരു പരീക്ഷണമെന്ന നിലയിൽ വളർത്തിയാണ് തുടക്കം. ഹൈബ്രിഡ് ഇനങ്ങളിലായിരുന്നു കൂടുതൽ. ആദ്യ ശ്രമം വിജയിച്ചതോടെ വീടുൾപ്പെടെ നിൽക്കുന്ന 8 സെന്റിൽ ചെറുതും വലുതുമായ ചെടികളിൽ പൂക്കൾ നിറഞ്ഞു. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം ചെടികൾ വാങ്ങി. സ്വന്തമായി ഗ്രാഫ്റ്റിംഗ് പരീക്ഷിച്ചതോടെ ഒരു ചെടിയിൽ തന്നെ 5ലധികം ഇനങ്ങളുടെ പൂക്കളാണ് ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നത്. ഇപ്പൊ എല്ലാവരും ബോഗൻവില്ലയുടെ ട്രെൻഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 130 സംതിങ് പ്ലാന്റ്സുകളായിട്ടുണ്ട്. നല്ല റെഡും റൂബി റെഡും അങ്ങനെയുള്ള കളറുകൾ. അതിനോടൊരു ആകർഷണം തോന്നിയിട്ട് അതിൽ ചെയ്യുന്നതിന് ഫയർ റെഡ്, റെയിൻബോ വാരിഗേറ്റഡ്, ഡെൽറ്റ യെല്ലോ, ക്രിസ്റ്റീന, ബ്ലാക്ക് മെരിയ, അപൂർവ ഇനങ്ങളിലൊന്നായ പേർഷ്യൻ വയലറ്റ് തുടങ്ങി വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ കാണുന്നവയെല്ലാം സബീനയുടെ വീട്ടുമുറ്റത്തും മതിലിന് മുകളിലുമെല്ലാം നിറഞ്ഞു കഴിഞ്ഞു. 300 മുതൽ 12,000 രൂപ വരെ വിലയുള്ള ഇനങ്ങളാണ് ഇവിടെയുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ ബോഗൻവില്ല കൃഷിയെക്കുറിച്ചറിഞ്ഞതോടെ നിരവധി സന്ദർശകരാണ് പൂക്കൾ നിറഞ്ഞ ഈ വീട്ടിലേക്ക് എത്തുന്നത്. നേരത്തെ 65ലധികം വൈവിധ്യമാർന്ന പച്ചമുളക് കൃഷി ചെയ്ത് ശ്രദ്ധ നേടിയ സബീന മഞ്ഞൾ കൃഷിയിലും 100 മേനി സ്വന്തമാക്കിയിട്ടുണ്ട്. 95 വിദേശ രാജ്യങ്ങളിലെ നാണയങ്ങളും 35ഓളം വിദേശ രാജ്യങ്ങളിലെ കറൻസികളും സബീനയുടെ ശേഖരത്തിലുണ്ട്. പ്രവാസിയായ ഭർത്താവ് നസീറും വിദ്യാർത്ഥിയായ 3 മക്കളും പൂർണ്ണ പിന്തുണയുമായി സബീനയ്ക്ക് ഒപ്പമുണ്ട്. കടലാസ് പൂക്കളുടെ വൈവിധ്യമാർന്ന മറ്റിനങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലാണ് ഈ വീട്ടമ്മ. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ശ്യാമിലി ശശിധരനാണ് നമുക്കിപ്പം ഉള്ളത്. ശ്യാമിലി, ഗുഡ് മോർണിംഗ്. ഈ ബൊഗൻവില്ലകൾ കണ്ടപ്പോൾ, കടലാസ് പൂക്കൾ കണ്ടപ്പോൾ നമ്മുടെ ഇവിടെ ന്യൂസ് ഡെസ്കിലും ഒരു കടലാസ് പൂക്കളുടെ ട്രെൻഡ് നടക്കുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്തൊരു വീട്ടിൽ നിറയെ ഈ ബൊഗൻവില്ല പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ജയേഷ് പുകുട്ടൂർ പൂക്കോയാണ് ആദ്യം ഇതിന് തുടക്കമിട്ടത്. അതിനുശേഷം ആര്യ ചേച്ചി, മാധു ചേച്ചി, സബിത ചേച്ചി ഒക്കെ ഇതിൻ്റെ പുറകെ ഈ ട്രെൻഡ് ഏറ്റെടുത്തു. ഇപ്പം നമ്മുടെ ന്യൂസ് ഡെസ്കിൽ ഇതൊരു വലിയൊരു ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൊഗൻവില്ലയ്ക്കൊപ്പം ചിത്രം എടുക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ്. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ അത്തരത്തിലുള്ള ട്രെൻഡൊക്കെ ഉണ്ടോ ശ്യാമിലി? ഒപ്പം തന്നെ നമുക്ക് സബീനയുടെ വിശേഷങ്ങളും അറിയേണ്ടതുണ്ട്. ഇവരുടെയൊക്കെ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു സേതു. പക്ഷെ സേതുയുടെ ഫോട്ടോ എന്തായാലും കണ്ടിട്ടില്ല. കാരണം സേതു ആ വീടിന്റെ അടുത്തേക്കൊന്നും പോയിട്ടില്ലേ? ഇല്ല, എന്നെ ആരും വിളിച്ചില്ല. ഒറ്റയ്ക്ക് അങ്ങോട്ട് പോണം. എന്തായാലും സേതു, നമുക്കറിയാം, നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോ നമ്മൾ ചിലപ്പോ ഇങ്ങനെ ഉപമിക്കാറുണ്ട്, നല്ലൊരു പൂന്തോട്ടത്തിലേക്ക് നോക്കുന്നത് പോലെ. അപ്പൊ ഇത് രണ്ടും ഉപമിക്കണമെങ്കിൽ രണ്ടും അത്രയും മനോഹരമായിരിക്കണം എന്നല്ലേ? അപ്പൊ അത്ര മനോഹരമായ ഒരു തോട്ടമാണ് ഈ ചന്ദ്രാപിന്നി സ്വദേശി സബീനയുടെ വീട്ടിലുള്ളത്. സേതു എത്ര ബൊഗൻവില്ല കണ്ടിട്ടുണ്ട്? എത്ര കളറുകൾ കണ്ടിട്ടുണ്ട്? ഞാനൊരു 5 എണ്ണേ കണ്ടിട്ടുള്ളൂ എണ്ണീട്ട്. ഞാനും മാക്സിമം ഒരു 3 എണ്ണം, അതിനപ്പുറം ഞാൻ കണ്ടിട്ടില്ല. ഞാനും ഒരു പലയിടങ്ങളിൽ സഞ്ചരിച്ചതായിട്ട് ഉള്ളത് കൊണ്ട് ഒരു 5 എണ്ണേ ഞാൻ ആകെ കണ്ടിട്ടുള്ളൂ. ഈ 135 ഇനം എന്നൊക്കെ പറയുമ്പോ ഒരു അത്ഭുതം തന്നെ. അത്രയധികം ആളുകൾ ഈ വാർത്ത കേട്ടിട്ട് അവിടെ ആ വീട് സന്ദർശിക്കണമെങ്കിൽ തീർച്ചയായും ആ എണ്ണം തന്നെ ആയിരിക്കണം അവരെയും ആകർഷിച്ചിരിക്കുന്നത്. എന്താണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് ഇവരുടെ അടുത്ത് ഉള്ളത് എന്നുള്ളത്. പിന്നെ ഇതുപോലെ ചെടികൾ ഇത്രയധികം ഒരു ചെടിയുടെ തന്നെ വെറൈറ്റി സൂക്ഷിക്കുകയും അത് കാണുകയും വീണ്ടും വീണ്ടും അത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിംഗ് ഒക്കെ പഠിക്കുകയും ചെയ്യണമെങ്കിൽ തീർച്ചയായും സബീന അത്രയധികം പൂക്കളെ സ്നേഹിക്കുന്നുണ്ട്. അത്രയധികം ഒരു മനസ്സന്തോഷം അതിൽ കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും രാവിലെ തന്നെ ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്കും മനസ്സിന് ഭയങ്കര അധികം സന്തോഷമുണ്ട്. എന്തായാലും പിന്നെ ഏത് പറഞ്ഞതുപോലെ കൊച്ചിയിൽ നിലവിൽ ഇത്തരം ട്രെൻഡുകളൊന്നും ഇല്ല കേട്ടോ. ഒരു ചൂടായതുകൊണ്ട് എല്ലാവർക്കും പുറത്തിറങ്ങാൻ തന്നെ അത്രയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്തായാലും അത്തരം ഒരു ട്രെൻഡ് ഇവിടെ ഇല്ല. ഇവിടെ നിലവിൽ ഒരു രാഷ്ട്രീയ ചൂട് ഇങ്ങനെ പിടിച്ചു വരികയാണ്. അതുകൊണ്ട് ബൊഗൻവില്ല ഒരിത്തിരി മാറി നിൽക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അത്തരം ട്രെൻഡുകൾ ഇവിടെ പിടിക്കാം. ചെയ്തു. ഓക്കെ ശ്യാമിലി, അപ്പൊ എന്താണെങ്കിലും ഈ പറഞ്ഞതുപോലെ രാവിലെ നമ്മൾ ഈ അതിമനോഹരമായ കാഴ്ചകളെ കാണുന്നത് വലിയ ഒരു ഊർജ്ജം പകരുന്നത് തന്നെയാണ്. പിന്നെ ഈ ബൊഗൻവില്ലയുടെ കാര്യം പറയുമ്പോൾ ആ പൂവിനൊരു പ്രത്യേക സൗന്ദര്യമാണ്. അത് നിൽക്കുന്ന വീടുകൾക്ക് അതിനപ്പുറം സൗന്ദര്യമാണ്. ഈ 135 ഇനം ബൊഗൻവില്ല എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് കാണുന്ന കാഴ്ച. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരും ഒരുപാട് പേര് അങ്ങനെ തന്നെ ആയിരിക്കും. ശരി ശ്യാമിലി, ഇപ്പൊ എന്താണെങ്കിലും വളരെ മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞ ഒരു സ്റ്റോറി. ശരി.